ചാലക്കുടി ആനമല ജംഗ്ഷന് സമീപം പെയിന്റ് ഗോഡൌണിൽ വൻ അഗ്നിബാധ. ഊക്കൻസ് പെയിന്റ് ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 8:45ഓടെയാണ് തീപിടുത്തമുണ്ടായത്. കനത്ത പുക രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. തുടർന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീയണച്ചു. एटीएम का सामने രാവിലെ നമ്മൾ കട തുറക്കുന്ന നേരത്ത് വന്നപ്പോൾ ചെറിയ ഫയർ കണ്ടു. അങ്ങനെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഫർണിച്ചറിൻ്റെ സെക്ഷനും ഹാർഡ്വെയർ സെക്ഷനും അതുപോലെ പെയിൻറ്റ് സെക്ഷനും നോക്കി വന്ന ആ ഫയർ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഫയറിൻ്റെ ആൾക്കാരും വന്നു, നാട്ടുകാരെല്ലാവരും വന്നു. അവരെല്ലാവരും സഹകരണം കൊണ്ടാണ് ഈ പറഞ്ഞ മാതിരിയുള്ള തീ അണയ്ക്കാൻ നമുക്ക് സാധിച്ചത്. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഈ ടെൻഷനിൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ പറയുക, ഇത് മുൻപ് ഇങ്ങനെ കടയിൽ മുൻപൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു തീപിടുത്തം. ആദ്യമായിട്ടാണ് ഇതേവരി. एटीएम का सामने കൂടുതൽ വിവരങ്ങളുമായി ചാലക്കുടിയിൽ നിന്ന് ജയൻ ചേരുന്നു. ജയൻ, ഇന്ന് രാവിലെയാണ് വൻതോതിൽ അഗ്നിബാധ ഉണ്ടാകുന്നത്. കനത്ത പുക തീയണയ്ക്കാനുള്ള ശ്രമങ്ങളെ വളരെ പ്രതികൂലമായി ബാധിച്ചു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ്? തീ അണയ്ക്കാൻ കഴിഞ്ഞു? നിലവിലെ സാഹചര്യം എന്താണ്? അക്ഷരാർത്ഥത്തിൽ ചാലക്കുടി നഗരത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇന്ന് രാവിലെ നോർത്ത് ജംഗ്ഷനിലെ ഊക്കൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഗോഡൌണിൽ ഉണ്ടായിരുന്ന വൻ അഗ്നിബാധ. രാവിലെ 8:30ഓടെയായിരുന്നു തീപിടുത്തത്തിന്റെ തുടക്കം. കട തുറക്കാൻ വന്ന ജീവനക്കാരാണ് അകത്തെ പെയിന്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്ത് തീ കത്തുന്നത് കണ്ടത്. ഉടനെ തന്നെ അവർ ഇതിന്റെ ഉടമയായ UV മാർട്ടിനെ വിളിച്ച് വിവരം അറിയിച്ചു. ഫയർഫോഴ്സിനെയും വിവരം അപ്പോൾ തന്നെ അറിയുകയും ചെയ്തു. പക്ഷേ ഇതിനകം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അഗ്നി വളരെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയും അതൊരു വലിയ തീപിടുത്തമായി മാറുകയായിരുന്നു. 1 മണിക്കൂറിൽ തന്നെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഇത് തീയെത്തുകയും വൻ അഗ്നിബാധയായി മാറുകയുമായിരുന്നു. ഇതിനിടെ ഫയർഫോഴ്സിന്റെ ചാലക്കുടി യൂണിറ്റിലെ രണ്ട് യൂണിറ്റുകളും അതുപോലെ അങ്കമാലി, മാള, ഇരിങ്ങാലക്കുട, തൃശൂർ, പുതുക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള കോമ്പൗണ്ട് ഫോം അടക്കമുള്ള യൂണിറ്റുകളും എത്തിച്ചേർന്നു. നൂറുകണക്കിന് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. വൈദികരും അടക്കം മറ്റ് സന്നദ്ധ പ്രവർത്തകരും എല്ലാം ഓടിക്കൂടുന്ന കാഴ്ച വളരെ ഇതിന് തീപിടുത്തം പെട്ടെന്ന് അണയ്ക്കുന്നതിന് സഹായമായി. ഈ സമയം മഴ മാറുന്നതാണ് തീപിടുത്തം ഇത്രയും രൂക്ഷമാകാൻ കാരണം. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിൻഭാഗത്തെ ഗോഡൌണിലായിരുന്നു തീപിടുത്തം. ഇത് ഒരു പക്ഷേ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ബാധിച്ചിരുന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുമായിരുന്നു. തൊട്ടടുത്ത മറ്റ് സ്ഥാപനങ്ങളിലെ സ്റ്റീലിന്റെ ഷീറ്റുകൾ മുറിക്കുന്ന കടകളും മറ്റും ഉണ്ടായിരുന്നു. ഇവിടെ വാതക സിലിണ്ടറുകളും നിരവധി സൂക്ഷിച്ചിരുന്നു. ഇവയെല്ലാം യുവാക്കളും നാട്ടുകാരും മറ്റും ചേർന്ന് പുറത്തിറക്കി സുരക്ഷിതമാക്കി. വലിയൊരു രക്ഷാപ്രവർത്തനത്തിനാണ് നാട് ഒന്നടങ്കം സാക്ഷ്യം വഹിച്ചത്. ചുമട്ടുതൊഴിലാളികളും അതുപോലെ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും ജനപ്രതിനിധികളും അടക്കം എല്ലാവരും ഇവിടെ ഒന്നടങ്കം നാടിനെ രക്ഷിക്കാൻ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഫയർഫോഴ്സും അതുപോലെ പോലീസും എല്ലാം വളരെ ജാഗരൂകരായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ തീയണയ്ക്കാൻ സാധിച്ചത്. ഇപ്പോൾ അഗ്നിബാധയുടെ കാരണം വ്യക്തമായിട്ടില്ല ഇല്ലെന്നാണ് ഇതിന്റെ ഉടമ UV മാർട്ടിൻ മാധ്യമങ്ങളോട് പറഞ്ഞത്.
എങ്കിൽ തന്നെയും ഏകദേശം ഒരു 2 കോടിയോളം രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക കണക്ക്. എന്തായാലും മറ്റ് ഇപ്പോൾ വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. ചാലക്കുടി നഗരത്തെ ഒന്നടങ്കം വീഴുന്നതിന് ഭാഗമായിരുന്ന ഒരു അഗ്നിബാധ എല്ലാ നാട്ടുകാരുടെ എല്ലാവരുടെയും ശ്രമഫലമായി പെട്ടെന്ന് അണയ്ക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് അധികൃതരും മറ്റും എല്ലാം. ശരി ജയൻ. ചാലക്കുടി ആനവിള ജംഗ്ഷന് സമീപം പെയിന്റ് ഗോഡൌണിനെ തീപിടിച്ചു. നാടിനെ നടുക്കുന്ന ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. ഇപ്പോൾ തീ അണയ്ക്കാനായിട്ട് സാധിച്ചു. വിവരങ്ങളാണ് ജയൻ നൽകിയത്.